ഹാർട്ട് ബീറ്റിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. വേറെന്താ പറ്റിയേ? എന്താന്നറിയില്ല, നേരം വെളുത്തപ്പ തൊട്ട് തുടങ്ങിയ വയറുവേദനയാ. നിങ്ങളൊന്ന് അകത്തേക്ക് വെച്ച് കേട്ടെ. ഞാനിപ്പോ വരെ. അച്ഛമ്മയ്ക്കൊരു സുഖമില്ലായ്മ. ഞങ്ങൾ അച്ഛമ്മയെ ആശുപത്രി കൊണ്ടുവന്നിരിക്കുക. മിഥുനേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ? ഇപ്പൊ എന്നെയോ സഞ്ജനയോ മിഥുനേട്ടൻ കണ്ട പിന്നെ അത് മതി. മേഡം, ഈ മെഡിസിൻസ് ഒന്ന് പെട്ടെന്ന് വാങ്ങിച്ചോണ്ടോ? മെഡിസിൻസ് ഡോക്ടർ വല്ലതും പറഞ്ഞു? നത്തിങ് ടു വറി. പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലെന്ന് തോന്നുന്നു. കഴിച്ചതെന്തോ ഫുഡ് പോയ്സൺ ആയതാ. ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം. എക്സ്ക്യൂസ് മീ, ഈ ടാബ്ലറ്റ്സ് ഒന്ന് എടുത്ത്. മിഥുൻ, വാടാ. ആ മോം, എന്താ വരുന്നു? ഒന്ന് വേഗം എടുക്കാമോ? ഓക്കെ, താങ്ക് യു. ആന്റി, എന്തു പറ്റി? വീട്ടിലാരും കാണുന്നില്ലല്ലോ. എല്ലാരും കൂടെ പുറത്തേക്ക് പോയിരിക്കുക. അമ്മയ്ക്ക് കാലത്ത് തൊട്ട് നല്ല സുഖമില്ലായിരുന്നു മഞ്ജരി. അതുകൊണ്ട്
മിഥുനും അരുണിമേച്ചിയും കൂടി അമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കാം. അത് ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ ആന്റി. എനിക്കിപ്പോ ആന്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണിത് മഞ്ജരി? ആന്റിക്കറിയോ, മേഘനയും സഞ്ജന ഷോപ്പിങ്ങിനൊന്നുമല്ല പോയിരിക്കുന്നെ. എന്ത്? ഷോപ്പിങ്ങിന് പോയതല്ലെന്നോ? അതെങ്ങനെ നീ ഉറപ്പിച്ച് പറയുന്നേ? അവരോട് ചോദിച്ചപ്പോ എന്താണെന്നാ പറഞ്ഞേ? ഒരാളോട് ചോദിച്ചപ്പോ ലുലു മാളാണെന്നല്ലേ പറഞ്ഞ്, മറ്റൊരാള് ഫോറം മാളിലേക്കും ആണെന്നും പറഞ്ഞു അല്ലേ? പക്ഷെ രണ്ടുപേരും കൂടി ആര്യപുരം കോളനിയിലേക്കാണ് കേട്ടോ പോയിരിക്കുന്നേ. അതുകൊണ്ടെന്താ? അവിടെയും കുറെ ഷോപ്പിംഗ് മോൾസ് ഉണ്ടല്ലോ മഞ്ജരി. അയ്യോ ആന്റി, രണ്ടുപേരും രണ്ട് മോളിന്റെ പേര് പറഞ്ഞതോ പോട്ടെ, എന്നിട്ടോ ആ പറഞ്ഞ രണ്ട് മോളിലേക്കും രണ്ടെണ്ണം കൂടി പോയിട്ടുമില്ലല്ലോ, പകരം ആര്യപുരത്തേക്ക് പോയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? അവരെന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ? ശരിയാണല്ലോ മഞ്ജരി, നീ പറയുന്ന കേൾക്കുമ്പോ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഷോപ്പിങ്ങിനാണെന്ന് പറയുമ്പോ ഇവിടെ അടുത്ത് തന്നെ എത്രയോ ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്. അവിടെയെങ്ങും പോകാതെ ഇവരെന്തിനാ അങ്ങകലെ ആര്യപുരം വരെ പോയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാ എന്റെ മനസ്സിൽ സംശയം തോന്നുന്നത്. അത്രയും ദൂരെ പോയി എന്ത് ഷോപ്പ് ചെയ്യാനാ? നീ പറഞ്ഞതൊക്കെ ശരിയാണ് മഞ്ജരി. എന്നാ പിന്നെ നിനക്ക് അവരെ ഒന്ന് ഫോളോ ചെയ്ത് പോയി നോക്കിക്കൂടായിരുന്നോ? അയ്യോ, അതിന് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ ഇടയ്ക്ക് വെച്ച് കാറ് മിസ്സായി. നീ അങ്ങനെ ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു മഞ്ജരി. ശരിയാണ് ആന്റി. ഹോ, ആ മേഘനയോടൊപ്പം കൂടിയപ്പോ തൊട്ട് എന്റെ മോളും അവളുടെ സ്വഭാവമൊക്കെ കോപ്പി ചെയ്യാൻ തുടങ്ങിയിരിക്കാം. തിരിച്ചു വന്നതോ അവളെ ഒന്ന് വോൺ ചെയ്താലേ ശരിയാവും. സഞ്ജനെ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല ഏട്ടത്തി. എന്റെ പേടി നമ്മള് തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുമ്പോ കിഴിച്ച് ഓരോന്ന് ചോദിച്ചാ കള്ളി വെളിച്ചത്താവോന്നാ. നീ ബോൾഡായിട്ട് നിന്നാ ആരും ഒന്നും പിടിച്ചെടുക്കില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ കളി വെളിച്ചത്താവുകയും ചെയ്യും. കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. ഇതിനി മറ്റുള്ളവരെ കൂടി അറിയിച്ച് അവരുടെ കൂടി മനസ്സ് വെറുതെ വേദനിപ്പിക്കുന്ന എന്തിനാ? എന്തായാലും നീ ബോൾഡായിട്ട് നിന്നാൽ മാത്രമേ കാര്യം നടക്കൂ. ഞാൻ ശ്രമിക്കാം ഏട്ടത്തി. മിസ്സസ് മേഘന, ഈ മരുന്ന് അവിടെ വെച്ച് മറന്നു. താങ്ക് യു മാഡം. DNC കഴിഞ്ഞെങ്കിലും സ്റ്റൊമക്കിനകത്ത് നല്ല വൂൺസ് ഉണ്ടാവും. ഈ മരുന്ന് പകുതിക്ക് വെച്ച് നിർത്താനൊന്നും നോക്കരുത്. അവസാനത്തെ ഗുളിക വരെ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ? ഈ മരുന്നെങ്ങാനും കഴിക്കാതിരുന്ന അകത്തുള്ള വൂൺസ് ഒക്കെ ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങും. ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ. താങ്ക് യു. നിക്കവിടെ. എവിടെ പോയിട്ടുള്ള വരവാണാവോ? ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ പോയത് ചെറുമേ? എന്തേ ഇപ്പൊ ചോദിച്ചാ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞില്ലായിരുന്നു ഷോപ്പിങ്ങിന് പോയതാന്ന്. ഷോപ്പിങ്ങിന് തന്നെയാണോ പോയിട്ട് വരുന്നേ? അതോ നുണ പറഞ്ഞ് മറ്റെവിടെങ്കിലും കറങ്ങാൻ പോയിട്ട് വരികയാണോ? അയ്യോ ചെറിയമ്മ എന്തൊക്കെയാ പറയുന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോപ്പിങ്ങിനാന്ന് കള്ളം പറഞ്ഞുകൊണ്ട് മറ്റെവിടെയോ കറങ്ങാൻ പോയതാണോന്നാ എന്റെ സംശയം. എന്താ എന്തു പറ്റി പറയുന്നത്? എന്താന്നാ പറയണ്ടേ ചേച്ചി? ഇവര് ഷോപ്പിങ്ങിനാന്നും പറഞ്ഞല്ലേ ഇറങ്ങിയത്, എന്നിട്ട് എന്താ ഇങ്ങനെ വെറും കൈയോടെ തിരിച്ചു വന്നിരിക്കുന്നെന്ന് ചോദിക്കായിരുന്നു. ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ എവിടെ പോയതാവും? സഞ്ജനയും മേഘനെ എവിടെ കൊണ്ടുപോയിട്ടാണ് ഈ വരുന്നത്? ശരിയാണല്ലോ മേഘനെ. അല്ല, ഷോപ്പിങ്ങിന് പോയതാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ് അങ്ങനെ വെറും കൈയോടെ വരുന്നത്? സത്യം പറ മേഘനെ, സഞ്ജനയെ നീ എവിടെ കൊണ്ടുപോയിട്ടുള്ള വരവാ? എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ കൊണ്ടുപോയതാ നീ? ഇതെന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഇങ്ങനെ ചോദിച്ചാലും നീ ഉത്തരം പറയുക. ഷോപ്പിംഗ് ആണെന്ന വ്യാജേന എന്റെ മോളെയും കൂട്ടി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ കയ്യിൽ വാങ്ങിയതൊന്നും ഇല്ലെങ്കിൽ എന്താ ചോദിക്കണ്ടേ?
അല്ല മേഘനെ, അത് എന്ത് തരം ഷോപ്പിംഗ് ആണെന്ന് എനിക്കൂടെ പറഞ്ഞുതരൂ. എക്സ്ക്യൂസ് മീ മാഡം. മാഡം, ഇതൊക്കെ കാറിൽ വെച്ച് മറന്നായിരുന്നു. എന്താ പ്രിയമതി ഇതൊക്കെ? അവര് ഷോപ്പിങ്ങിന് തന്നെയാണല്ലോ പോയിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ അവളെ കൊണ്ടേ കുരുതി കൊടുത്തൊന്നുമില്ലല്ലോ. എന്തിനാ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? കുറച്ച് നാളായിട്ട് ഈ വീട്ടിലുള്ളവരുടെ രീതികളൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാ സത്യം. എന്തിനൊക്കെ ഇവിടെ വഴക്കുകൾ ഉണ്ടാവുന്നത്? സഞ്ജനെ, നീ വന്നേ. സഞ്ജനെ, ഇനി അങ്ങോട്ട് എപ്പോഴും നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് പാളിയെ പോലും എല്ലാവർക്കും സംശയം ഉണ്ടാവും. ആർക്കും സംശയം ഉണ്ടാവാത്ത രീതിയിൽ പെരുമാറേണ്ടത് നീ തന്നെയാ. സംശയം തോന്നി അവരെന്തെങ്കിലും ചോദ്യം ചെയ്താൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മനസ്സിലായോ മോളെ? ഞാൻ നോക്കിക്കോളാം ഏട്ടത്തി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോളെ. ഇനി അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. എപ്പോഴും അത് ഓർത്തോണ്ടിരുന്ന നിന്റെ ആരോഗ്യത്തിന് തന്നെ അത് കേട്. എല്ലാം മറന്ന് മുന്നോട്ട് നീങ്ങാൻ നോക്ക്. കേട്ടല്ലോ? അവര് ആര്യപുരത്തേക്ക് തന്നെയാ പോയതെന്ന് നിനക്ക് ശരിക്കും ഉറപ്പുണ്ടോ? ഞാൻ കണ്ടത് ആന്റി. അവര് 4 ഷോപ്പിംഗ് കവറും പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നോണ്ട് മാത്രം ഷോപ്പിംഗ് ചെയ്തിട്ട് വരികയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവരെന്തോ വലിയ കാര്യം നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്. മറ്റെവിടേക്കോ അവര് പോയിട്ട് വരുന്നത്. എന്റെ മനസ്സിൽ ആ സംശയം ഇല്ലാതില്ല. എന്റെ മോളെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് ആ മേഘന എന്താണാവോ ആസൂത്രണം ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കണം. ഹലോ. ഹലോ ചേച്ചി, എന്താ മോളെ പറയേ? മിഥുനേട്ടന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ ഇല്ല ചാരു. ഡൗട്ട് വരാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാ മുമ്പോട്ട് പോവാ? വഴുതനങ്ങ വിളഞ്ഞ് അത് ചന്തയിൽ തന്നെ കൊണ്ടുവരും. അതുപോലെ ഇത്തരം കാര്യങ്ങളും. അറിയില്ല ചാരു, ഒന്നിനൊരു എത്തും പിടിയൂല. ഞാൻ ഗർഭിണിയാണെന്നുള്ള ഈ നുണ തൽക്കാലം ഇതേപടി തുടർന്നേ മതിയാവും. എല്ലാവരെയും പറ്റിക്കുന്നതിന്റെ വേദന ഇല്ലാഞ്ഞിട്ടല്ല, വേറൊരു നിർവാഹവും ഇല്ലാത്തോണ്ടാ. ചേച്ചി നല്ലതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നെന്നുള്ളത് ശരിയാ. പക്ഷേ പിടിക്കപ്പെട്ട ഈ നന്മ ആരും കാണില്ല. ചേച്ചി പറ്റിച്ചെന്ന് മാത്രമേ അവരൊക്കെ ചിന്തിക്കൂ. എല്ലാവരും ചേച്ചിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോ ചേച്ചിക്ക് അവിടെ പിടിച്ചു നിൽക്കാനാവില്ല. ചുറ്റും നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ചേച്ചി അവരോടൊക്കെ എന്ത് ഉത്തരം പറയും? ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാവരും സത്യം അറിയും. അപ്പൊ അത് ചേച്ചി എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അത് ഓർക്കുമ്പോ തന്നെ പേടിയാവും. സത്യം പുറത്തറിഞ്ഞ എന്താ സംഭവിക്കാന്നുള്ള പേടി എന്റെ മനസ്സിലും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യും? ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് കുറച്ചു നാളെ കൂടി പിടിച്ചു നിന്നേ പറ്റൂ. സൂക്ഷിച്ചോ ചേച്ചി, ഞാൻ വെക്കുക. ആയിക്കോട്ടെ ചാരു. അച്ഛൻ എപ്പോഴാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചാരുവിനോട് നീ എന്നോടൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. നീ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ തന്നെ അതിനുള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ പ്രായത്തിനോടിടയ്ക്ക് ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവെനിക്കില്ലെങ്കിൽ ഇത്രയും നാളും ജീവിച്ചാൽ എന്താ അർത്ഥം? അല്ലച്ഛൻ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു സത്യം അച്ഛൻ അറിഞ്ഞത്. മോളെ മേഘനെ, കുഞ്ഞിലെ തൊട്ട് വളർത്തുന്ന എന്റെ മോന്റെ എല്ലാ രീതികളും എനിക്കറിയാം. അവന്റെ ഓരോ മാനസികാവസ്ഥയും അവനെടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം എനിക്കറിയാം. എത്ര തന്നെ ലഹരിക്കടിമയായാലും ഒരു സ്ത്രീയെ പിഴപ്പിക്കാനുള്ള മാനസിക വൈകൃതമൊന്നും എന്റെ മോൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇനി ഒരു പക്ഷേ അവന്റെ സമനില തെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ
നീ അങ്ങനെ ഒരു അവിവേകം കാണിക്കില്ല എന്നുള്ള കാര്യവും എനിക്ക് നല്ല ഉറപ്പാ. ലഹരി മൂത്ത് മിഥുൻ നിന്നെ സമീപിച്ചത് കൊണ്ട് മാത്രം നീ ഒരിക്കലും നിന്റെ ആത്മാഭിമാനം അടിയറ വയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മോളെ. നിന്റെ ഉള്ളിലെ സംസ്കാരം നിന്നെ അത്തരം പ്രവൃത്തികളിലേക്ക് നയിക്കാനും പോകുന്നില്ല. എന്റെ മോന്റെ രീതികളെക്കുറിച്ചും എനിക്കറിയാം. എന്റെ മരുമോളുടെ ആത്മാഭിമാനത്തെക്കുറിച്ചും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്രയും മനസ്സിലാകുമ്പോ നീ പറയുന്നത് സത്യമല്ലാന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ലേ മോളെ? എന്നാലും ഞാനിപ്പോ ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാന്ന് അച്ഛന്റെ മനസ്സിലിപ്പോ തോന്നുന്നില്ലേ? നീ എന്തിന് അത്രയും വലിയൊരു കള്ളം പറഞ്ഞു എന്നുള്ളതും എനിക്ക് ഊഹിക്കാൻ പറ്റും. വിവാഹമോചനം എന്ന പേരിൽ നിന്നെയും മിഥുനെയും തമ്മിൽ അകറ്റിക്കഴിഞ്ഞാൽ മിഥുനെ അപകടങ്ങളിൽ നിന്നും ഒരിക്കലും നിനക്ക് രക്ഷിക്കാനാവില്ലെന്നുള്ള പേടി കൊണ്ടാ നീ ഇത്രയും കടുത്തൊരു തീരുമാനമെടുത്തത്. ഇങ്ങനെ ഒരു പച്ച കള്ളം വിളിച്ചു പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത്. എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ നീ പെടാപ്പാട് വിടുന്നത് എനിക്ക് മനസ്സിലാവില്ല മോളെ. അതിനപ്പുറത്തേക്ക് ആ നുണയുടെ പുറകിൽ നിന്റെ സ്വാർത്ഥതയൊന്നും ഇല്ലെന്നും എനിക്കറിയാം. ഗർഭിണിയാണെന്ന് ഞാൻ നുണ പറഞ്ഞത് അറിഞ്ഞ നിമിഷം അച്ഛന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയ. എന്നോടുള്ള സ്നേഹം പോലും മാഞ്ഞു പോയി കാണുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷെ എന്നെ അങ്ങനെ ഒരു നുണ പറയേണ്ടി വന്ന എന്റെ അവസ്ഥയെയും മനസ്സിലാക്കിയതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? വാക്കുകളിൽ അത് ഒതുക്കാനാവില്ല അച്ഛൻ. ഞാൻ നിന്റെ ഭർത്താവിന്റെ അച്ഛൻ മാത്രമല്ല, നിന്റെ സ്വന്തം അച്ഛനെ പോലെയാ. ഒരച്ഛൻ മകളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മോളെ മനസ്സിലാക്കാൻ പോകുന്നത്? ഇനി ഈ ഭാരം അങ്ങെടുത്ത് മാറ്റി വെച്ചേക്ക്. എന്നിട്ട് സമാധാനമായി പോയി ഉറങ്ങ. നമുക്കൊന്നിച്ചിതിനൊരു പോംവഴി കണ്ടെത്താം.